മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കാസർഗോഡ് വാട്സപ്പിലൂടെ 21-കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെ 2022 ആഗസ്റ്റ് 11-നാണ് കല്ലൂരാബി സ്വദേശിനിയായ പെൺകുട്ടി നിയമപ്രകാരം വിവാഹം കഴിച്ചത്. പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം. സ്ത്രീധനമായി 50 പവൻ ആവശ്യപ്പെട്ടിരുന്നതായി യുവതി പറയുന്നു. എന്നാൽ നിർധനരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ 20 പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ. പിന്നീട് ഇതേ ചൊല്ലിയായിരുന്നു നിരന്തരം ഉപദ്രവമെന്ന് പെൺകുട്ടി പറയുന്നു. വീട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിവരം ഭർത്താവിനെ അറിയിച്ചതോടെ തന്റെ കയ്യിലുള്ള സ്വർണം വിറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ വിശ്വസിപ്പിച്ചു. ഇതേ തുടർന്ന് സ്വർണം വിറ്റ് 12 ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഭർത്താവിന് അയച്ചു കൊടുത്തു. പിന്നെ എത്തിയത് പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സാപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിച്ചത്. ഉപ്പാനോട് വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചതാണ്. നിന്നെ 3 തലാക്കും ചൊല്ലി എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാവും 2 പെങ്ങന്മാരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ പേരാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ സ്ത്രീധനം തന്നിട്ടാന്നിട്ട് കുറേ പറയാൻ തുടങ്ങിയിനി. ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു. സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി. വാട്സപ്പിലൂടെയാണ് തലാഖ് ചൊല്ലിയത്. കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാഷ് കുറച്ച് ഈ സ്ഥലം എടുക്കുന്ന പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. ക്യാഷ് ആവശ്യമുണ്ട് പറഞ്ഞ് എന്നോളെ പൊന്നും കാര്യങ്ങളും വിറ്റിട്ട് ക്യാഷ് അയച്ചിട്ടാൽ പറഞ്ഞ് ഇത് കിട്ടാൻ ഞാൻ കാത്തുനിന്ന് എൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംഭവിച്ചു? നല്ല ഇതിൽ ജീവിച്ചു പോകുന്നൊരു കുടുംബത്തെ കുറച്ചാൾ കൂടി എൻ്റെ പുരക്കാരും എൻ്റെ ഏട്ടൻ്റെ കുറച്ചാളും കൂടി തകർച്ചതാണ് ഇത് സംഭവം. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത്. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.